കടല വെക്കുന്നത്. കടല ഞാൻ ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് വേവിച്ച് തേണ്ട നല്ല പുട്ട് പോലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് ഒരു 5 സീറ്റി അടിച്ചു. അപ്പം ബാക്കി നമ്മൾ ഇപ്പം മഞ്ഞൾപ്പൊടി ഞാൻ എടുക്കുക. അതുകൊണ്ട് ആദ്യം മല്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, അത് ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കും. അപ്പം അതിൻ്റെ ആ പച്ചച്ചൊവയൊന്ന് മാറുന്നിടം വരെ നമുക്കിതൊന്ന് ശരിക്കൊന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചിട്ട് നമുക്ക് അതിങ്ങോട്ട് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് ആ കടല എടുത്ത് ഈ അടുപ്പയിലോട്ട് വെക്കാം. അപ്പം കടല നല്ല വൃത്തിയായിട്ട് വെന്തിരിക്കുക. അപ്പം നല്ലതായിട്ട് കടല നല്ലതായിട്ട് വെന്ത് നല്ല വേണ്ട. അപ്പോൾ ഓരോരുത്തർ തേങ്ങ വറുത്ത് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു ശകലം തേങ്ങ പച്ചയ്ക്ക് തിരുമ്മി അങ്ങനെ അരച്ച് ചേർക്കാം. നമ്മുടെ അതൊക്കെ അവരോട് ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇത് തന്നെ ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് വറുത്തരച്ച് വെക്കുമായിരുന്നു. ഇപ്പം നമ്മൾ മുളകും കടലയ്ക്ക് ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയുണ്ട്, ശകലം ഗരം മസാലയും ചേർക്കാം. ഞാൻ പക്ഷേ ഗരം മസാലയ്ക്ക് പകരം നമ്മൾ ചേർക്കുന്നത് ഇപ്പം പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതുകൂടെ എടുത്ത് ഈ അടുപ്പയിലോട്ട് ഒന്നിടും. മുളക് പൊടിയും മല്ലിപ്പൊടി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇച്ചിരി ഗ്രേവി ഏറെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രേവി ആയിട്ട് വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ആ ഉള്ള ഗ്രേവി മതി. അപ്പം നമ്മൾ അതെല്ലാം ഒന്നിട്ട് അപ്പം ഞാനിത് നേരത്തെ നിങ്ങളെ കാണിക്കാൻ ആദ്യം ഞാൻ കടല കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി സോഡാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് 3 വലിയ ഉള്ളി ഇട്ടാണ് ഞാനിത് വേവിക്കാൻ വെച്ചത്. അത് വേവിച്ചിട്ടാണ് ഞാൻ വാങ്ങി വെച്ചേക്കുന്നത്. വാങ്ങി വെച്ചിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യമുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാലയല്ല, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഈ കടലയ്ക്കകത്തോട്ട് ചേർത്തു. ഇനി കടലയ്ക്കകത്ത് ചേർക്കുന്നത് നമ്മൾ ഇച്ചിരി ഉള്ളി, നമ്മൾ ആ തേങ്ങ അല്ലല്ലോ അത് ഇട്ട് ജീരകം ഇട്ട് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ചേർക്കും. ഓക്കെ. പിന്നെ കരിയാപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി നമ്മൾ അന്നേരം വേവിക്കാനും ഞാൻ കരിയാപ്പില ഇട്ടു. നമ്മൾ പിന്നെ കടുവറക്കുമ്പോൾ ഒരു കരിയാപ്പില അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പം നമ്മൾ കടല എല്ലാം വാങ്ങി ഇങ്ങോട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഇവിടോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചു. അതിനകത്ത് നമുക്ക് ഇച്ചിരി കടുക് വറക്കാൻ വേണ്ടി കടുക് ഇടാം. ആദ്യം നമുക്ക് ഇച്ചിരി കടുക് ഇടാം. ആദ്യം നമുക്ക് ഇച്ചിരി കടുക് ഇടാം. കടുക് ഇട്ടിട്ട് ഞാൻ ഒരു തണ്ട് കരിയാപ്പില ഇട്ടു. പിന്നെ 3 മുളകും 2 ഉള്ളി കുഞ്ഞായിട്ടരിഞ്ഞ് അതും കൂടി ഇടാം. നമ്മുടെ കടലയ്ക്കൊന്ന് വറുത്ത് ചേർക്കണമല്ലോ. നമ്മളിപ്പോഴേ എണ്ണ ചേർത്തിട്ടുള്ളൂ, ഇതിനു മുമ്പേ ഒന്നും നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ മതി, ഞാൻ അത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ല വൃത്തിയായിട്ട് നല്ല മൂക്കണം. ഉള്ളി മൂത്താലേ ആ കൂട്ടാനൊരു രുചി കാണത്തുള്ളൂ കടുക് വറക്കുന്നത്. ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിലാണ്, കരിവേറ്റായില്ല, അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് എനിക്കൊന്ന് വെട്ടക്കുറവാണ്. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് മൂത്ത് കടുവെല്ലാം നല്ലോണം പൊട്ടി. ഇനി നമുക്ക് ആ ഗ്യാസ് ഒന്ന് നിർത്തിയിട്ട് നമുക്ക് അതെടുത്ത് നമ്മുടെ ഈ കൂട്ടാനിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. അപ്പം കൂട്ടാനിനകത്തോട്ട് ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം നമുക്ക് നമ്മുടെ അമ്മയെ കൊണ്ട് തന്നെ ഇതൊന്ന് രുചി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാം. എങ്ങനെയുണ്ട് അമ്മ ഒരുങ്ങിയിട്ട് വന്നില്ല, അമ്മ രാവിലെ ഇവിടെ നിൽക്കുന്ന വേഷമാണ്. അമ്മയെ കൊണ്ട് തന്നെ ഞാനിതൊന്ന് നോക്കിക്കും. സൂപ്പർ. എങ്ങനെ, നല്ലതാണോ അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞ് നല്ലതാണ് കേട്ടോ. അമ്മയൊക്കെ പഴയ ആൾക്കാരില്ലേ, അപ്പം വെക്കുന്നത് എന്തോ കുറ്റം ഉണ്ടെങ്കിലും അമ്മ പറയും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ ബൈ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ട് സ്റ്റാൻഡും ഞങ്ങൾ അവിടെ വെച്ച് മറന്നു പോയിട്ടാണ് വന്നത്. അപ്പം കൈ കൊണ്ട് പിടിക്കുക, ഒരു കൈ കൊണ്ടെല്ലാം വെക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ ബൈ.